ഇതൊരു കഥയല്ല, ഇത് ഒരു യാത്രക്കുറിപ്പാണ്. കഥയാണോ എന്താണെന്ന് നിങ്ങൾ കേട്ടിട്ട് തീരുമാനിക്കുക. ഇതിൽ തെറ്റുകളുണ്ട്, ഒക്കെ ക്ഷമയോടെ കേട്ടിരിക്കുക. വീണ്ടും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം 10 ദിവസത്തെ അവധിക്ക് വീട്ടിലേക്ക് പോകാനുള്ള തിടുക്കത്തിൽ കയ്യിൽ കിട്ടിയ തുണികൾ എല്ലാം ബാഗിലാക്കി റൂമിലുള്ള എൻ്റെ സുഹൃത്തുക്കളോട് യാത്ര പറഞ്ഞ് ഞാൻ നേരെ പള്ളിക്കരയിൽ നിന്ന് എറണാകുളം ബസ് സ്റ്റാൻഡിലേക്ക് യാത്ര തിരിച്ചു. 45 മിനിറ്റ് യാത്രയ്ക്ക് ശേഷം ഞാൻ എറണാകുളം ബസ് സ്റ്റാൻഡിലെത്തി. ബസ്സിൽ നിന്നും ഇറങ്ങി പുറത്തേക്ക് നോക്കിയപ്പോൾ നല്ല തിരക്കാണ്. വീക്കെൻഡ് ആയതിനാലായിരിക്കും തിരക്കെന്ന് മനസ്സിൽ തോന്നി. അങ്ങനെ കോഴിക്കോട് ബസ് നോക്കി അല്പസമയം നിന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കുള്ള ബസ് വന്നു. ജോലിക്കാരും കുട്ടികളും ഒക്കെയായി നല്ല തിരക്കാണ്. ഞാനും ഒരു വിധത്തിൽ തിരക്കി ബസ്സിനകത്ത് കയറിപ്പറ്റി. ഭാഗ്യത്തിന് എനിക്ക് ഡ്രൈവറുടെ അടുത്തുള്ള സൈഡ് സീറ്റിൽ ഇടം കിട്ടി. സൈഡ് സീറ്റിൽ ഇരിക്കുന്നതാണ് എനിക്ക് ഏറെ ഇഷ്ടം. യാത്രയുടെ കാഴ്ചകളും പുറത്തെ ഭംഗികളും ആസ്വദിക്കാമല്ലോ. പുറത്തേക്ക് നോക്കിയപ്പോൾ നല്ല മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. കാറ്റും കോളും എല്ലാം ഉണ്ട്. ബസ്സിലിരുന്ന ശേഷം വീട്ടിലേക്ക് വിളിച്ചു. മകൻ ആകാംക്ഷയോടെ ഫോണിന് പിടിവലിയാണ്. മകൻ, അമ്മേ പപ്പിച്ചി ആണോ? ഫോൺ താ, എനിക്ക് സംസാരിക്കണം. പക്ഷേ ബസ്സിലെ ബഹളം കാരണം കൃത്യമായി ഒന്നും തന്നെ സംസാരിക്കാൻ പറ്റിയില്ല. ഇതിനിടയിൽ ബസ് പുറപ്പെട്ടിരുന്നു. എൻ്റെ അടുത്തിരുന്ന ചേട്ടനോട് കുറച്ചു നേരം സംസാരിച്ചു. അദ്ദേഹം ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോവുകയാണ്. തൃശ്ശൂരാണ് വീട്. ബസ്സിൽ നല്ല തിരക്കാണ്. സൂചി കുത്തുവാൻ പോലും ഇടമില്ല. മഴയുടെ ലക്ഷണങ്ങൾ ബലപ്പെട്ടു. മഴ ചാറാൻ തുടങ്ങി. പക്ഷേ ആ ചാറ്റൽ മഴ അധികം നേരം നീണ്ടു നിന്നില്ല. സമയം വളരെ വേഗം പോയിക്കൊണ്ടിരിക്കുന്നു. ബസ് തൃശ്ശൂർ എത്തിയപ്പോൾ സമയം സന്ധ്യ ആയി കഴിഞ്ഞിരുന്നു. കുറേ ആളുകൾ അവിടെ ഇറങ്ങി. എൻ്റെ അടുത്തിരുന്ന ചേട്ടൻ എന്നോട് യാത്ര പറഞ്ഞ് അദ്ദേഹവും അവിടെ ഇറങ്ങി. പിന്നെ എൻ്റെ അടുത്തിരുന്നത് ഒരു ചെറുപ്പക്കാരൻ ആയിരുന്നു. അവൻ സീറ്റിൽ ഇരുന്നതും വേഗത്തിൽ മൊബൈൽ ഓണാക്കി ഹെഡ്സെറ്റ് ചെവിയിൽ വെച്ച് എന്തൊക്കെയോ സെർച്ച് ചെയ്ത് കാണുന്ന തിരക്കിലാണ്. അവൻ ഏതോ ഒരു ലോകത്താണ്. പുറത്ത് നടക്കുന്നതൊന്നും അവൻ ശ്രദ്ധിക്കുന്നില്ല. കാലത്തിൻ്റെ ഒരു പോക്കെ എന്ന് ഞാൻ എൻ്റെ മനസ്സിൽ ചിന്തിച്ചു. ബസ് തൃശ്ശൂരിൽ നിന്നും വീണ്ടും യാത്ര തിരിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ വാച്ചിലേക്ക് ഒന്ന് നോക്കി. സമയം 6 മണി. 2 മണിക്കൂർ യാത്രയുണ്ട് കോഴിക്കോട്ടേക്ക്. അവിടെ നിന്നും എൻ്റെ ലാസ്റ്റ് ബസ് 8:20 മനസ്സിന് ഒരു ആശ്വാസം തോന്നി. എവിടെയും ബ്ലോക്ക് ഒന്നും ഇല്ലെങ്കിൽ ബസ് കൃത്യം 8 മണിക്ക് സ്റ്റാൻഡിലെത്തും. വീണ്ടും മോൻ്റെ ഫോൺ വിളി എത്തി. പപ്പിച്ചി എവിടെ എത്തി? എത്താനായോ? സ്പീക്കർ വാങ്ങിയോ? വേഗം വരണേ. എനിക്ക് ഒന്നിനും മറുപടി പറയാൻ സമയം തരാതെ അവൻ ചോദിച്ചുകൊണ്ടിരുന്നു. എല്ലാ കുട്ടികളും കളിപ്പാട്ടങ്ങളും മധുരപലഹാരങ്ങളുമാണ് ചോദിക്കുന്നത്. എന്നാൽ ഇവൻ സ്പീക്കറാണ് ആവശ്യം. പാട്ടുകളോട് അവന് പ്രത്യേകം ഇഷ്ടമാണ്. അവൻ്റെ ആ ചോദ്യം ഞാനും ഏറെ ആസ്വദിച്ചു. അവന് വേണ്ടി ഒരു സ്പീക്കർ കരുതി വച്ചിട്ടുണ്ട്. അങ്ങനെ ദീർഘയാത്രയ്ക്ക് ശേഷം ഞാൻ കോഴിക്കോടെത്തി. എല്ലാവരും ഇറങ്ങുവാൻ തിരക്ക് കൂട്ടുന്നു. ഞാനും എൻ്റെ ബാഗും എടുത്ത് പുറത്തിറങ്ങി. വീട്ടിലേക്ക് കുറച്ച് അലുവ വാങ്ങാനായി കടയിലേക്ക് ഓടി. ഞാൻ എപ്പോൾ വീട്ടിലേക്ക് പോകുമ്പോഴും ഇവിടെ നിന്ന് ഹൽവ വാങ്ങിയേ പോകാറുള്ളൂ. ആ കടയിൽ നിന്നും തന്നെ ഒരു പഴംപൊരി, ഒരു ചൂട് ചായയും ഒരു പഴംപൊരിയും നിന്ന നിൽപ്പിൽ വേഗത്തിൽ കുടിച്ച് തിരിച്ച് ബസ് നിർത്തിയിടത്തേക്ക് വന്നു. അവിടെ യാത്രയ്ക്കായി ഒരുങ്ങി നിൽക്കുന്ന എൻ്റെ ഗ്രാമത്തിലേക്കുള്ള അവസാന ബസ്. ഞാൻ വേഗത്തിൽ ബസ്സിൽ കയറി. കിട്ടിയ സീറ്റിലിരുന്നു. ഇപ്പോൾ സൈഡ് സീറ്റ് കിട്ടിയില്ല. സാരമില്ല. രാത്രി ആയതുകൊണ്ടും പുറത്ത് മഴയായതുകൊണ്ടും പുറത്തെ കാഴ്ചകളൊന്നും കാണാൻ കഴിയില്ല. ബസ് മുന്നോട്ട് നീങ്ങി. ഏകദേശം താമരശ്ശേരി എത്തിയപ്പോൾ വീട്ടിൽ നിന്നും വീണ്ടും വിളി വന്നു. ബസ് കിട്ടിയോ? മോൻ കാത്തിരുന്നു മടുത്തു. ഇപ്പോൾ ഉറങ്ങി. അവിടെ മഴയ്ക്ക് അല്പം ശമനമുണ്ട്. ഇപ്പോഴാണ് കറണ്ട് വന്നത്. മഴയില്ലെങ്കിലും നല്ല കോടമഞ്ഞാണ്. ഞങ്ങളുടെ നാടിൻ്റെ പ്രത്യേകതയാണ്. മഴക്കാലമായാൽ വേഗം കോടമഞ്ഞ് കയറും. കാണാൻ ഭംഗിയുണ്ട്. എങ്കിലും വന്യമൃഗങ്ങളും നാട്ടിലേക്ക് ഇറങ്ങും. ഞങ്ങളുടെ വാഹനം പതുക്കെ ചുരം കയറാൻ തുടങ്ങി. മഴ നന്നായി പെയ്യുന്നുണ്ട്. വളവുകൾ നിറഞ്ഞ റോഡാണ് ചുരം. റോഡിൻ്റെ 2 സൈഡിലും വലിയ കൊക്കയാണ്. ഡ്രൈവറുടെ ശ്രദ്ധ ഒന്ന് തെറ്റിയാൽ വണ്ടികൾ ഈ കൊക്കയിലേക്ക് പതിക്കും. യാത്ര രാത്രിയാണെങ്കിൽ പേടി വർദ്ധിക്കും. മഴ കൂടുതൽ ശക്തി പ്രാപിച്ചു വരികയാണ്. ഡ്രൈവർക്ക് മുമ്പിലുള്ള കാഴ്ചകൾ കാണുവാൻ പ്രയാസമാണ്. വളരെ പതുക്കിയാണ് ബസ് പോകുന്നത്. കുറച്ച് മുൻപിലേക്ക് പോയപ്പോൾ മുൻപിലുള്ള വാഹനങ്ങൾക്ക് പോകാൻ കഴിയാതെ വണ്ണം നിർത്തിയിട്ടിരിക്കുന്നു. കാര്യം തിരക്കിയപ്പോൾ മുകളിൽ മണ്ണിടിച്ചിൽ ഉണ്ടായി. രക്ഷാപ്രവർത്തകർ വന്ന് റോഡിലെ മണ്ണെല്ലാം നീക്കി ചെയ്തിട്ട് വേണം വാഹനങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ. ഏറെ നേരത്തെ പരിശ്രമത്തിനു ശേഷം വീണ്ടും യാത്ര ആരംഭിച്ചു. എങ്കിലും കുറച്ചകലം ചെന്നപ്പോൾ സൈഡിൽ നിന്നും പാറക്കൂട്ടങ്ങൾ ഇടിഞ്ഞു വീണ് റോഡിൽ വലിയ തടസ്സം നേരിട്ടു.
വാഹനങ്ങൾക്ക് പോകാൻ കഴിയാതെയായി. വൻമരങ്ങൾ മുൻപിൽ വന്നു വീഴുന്നു. ദൈവം സൂക്ഷിച്ചതുകൊണ്ട് ആർക്കും ഒരു അനർത്ഥവും ഉണ്ടായില്ല. എങ്കിലും ഏറെ നേരത്തെ പരിശ്രമത്തിനും കാത്തിരിപ്പിനും ശേഷം എനിക്ക് എൻ്റെ സ്റ്റോപ്പിൽ ഇറങ്ങാൻ കഴിഞ്ഞു. സമയം 1:45. ചുറ്റും ഭീതിജനകമായ അന്തരീക്ഷം. കൂരാക്കുരിട്ട്. കാപ്പിത്തോട്ടത്തിലൂടെയുള്ള അല്പം നടക്കണം. ഉള്ളിൽ ചെറിയ ഒരു പേടിയുണ്ട്. എന്നാലും മുഴുവൻ ധൈര്യവും സംഭരിച്ച് പതുക്കെ നടന്ന് ഞാൻ എൻ്റെ വീട്ടിലെത്തി. പ്രിയ ദൈവജനമേ, എൻ്റെ ഈ യാത്രാ അനുഭവം നമ്മെ വിളിച്ചറിയിക്കുന്ന ഒരു സന്ദേശമുണ്ട്. നാമും ഇതുപോലെയുള്ള ഒരു യാത്രയിലാണ്. ക്രിസ്തീയ ജീവിതം ഒരു യാത്രയാണ്. വൃദ്ധന്മാരെപ്പോലും തെറ്റിച്ചു കൊണ്ടിരിക്കുന്ന പാപപങ്കുലമായ ഈ ലോകത്തിൽ നമ്മെ വീഴ്ത്തിക്കളയുന്ന പലതും നമ്മുടെ മുമ്പിലുണ്ട്. ഈ ആധുനിക ലോകത്ത് അതിന് സാധ്യതകൾ ഏറെയാണ്. നാം ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോൺ കണ്ണിന് കുളിർമയാകുന്ന, കാതുകൾക്ക് ഇമ്പമേറുന്ന, മനസ്സിനെ ത്രസിപ്പിക്കുന്ന പലതരത്തിലുള്ള പാപ സാഹചര്യങ്ങളുണ്ട്. എന്നാൽ നാം ഇതിന്മേലെല്ലാം ജയം പ്രാപിക്കണം. ഒരിക്കൽ ക്രിസ്തീയ ജീവിതയാത്രയിൽ നാം വീണു പോയാൽ തിരിച്ചു യാത്ര വളരെ പ്രയാസമാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നു: കായിനെ, പാപം നിന്റെ വാതിക്കൽ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിന്നോടാകുന്നു, നീയോ അതിനെ ജയിക്കണം. പ്രിയ ദൈവമക്കളെ, സാത്താൻ്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്നും വേർപിരിയാതെ ജീവിച്ച് ക്ഷണമങ്കുലമായ ഈ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് പോകാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ യാത്ര അനുഭവം ഒരു നിഴലായി നിൽക്കട്ടെ. പ്രവാസകാലം ഭയത്തോടെ യാത്ര ചെയ്യാം.